RSS മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപനായിട്ടുള്ള NR മധു വർഗീയ വിഷം അല്ലെങ്കിൽ ജാതീയ വിഷം തുപ്പുന്നൊരു വിഷവസ്തു അല്ലെങ്കിൽ വിഷജന്തു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം, ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു സാധനമാണ് ഈ NR മധു. അപ്പോൾ NR മധുവിൻ്റെ കുറച്ച് നല്ല പ്രസ്താവനകളൊക്കെയാണ് ഞാൻ കണ്ടത്. NR മധുവിൻ്റെ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ അതിലുള്ള കമൻറ്റുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതിൽ പലരും പറയുന്നൊരു കാര്യമാണ്, ഇയാൾക്ക് കുറേയൊക്കെ പോയിന്റുകൾ അറിയാം. എന്തുകൊണ്ടാണ്? NR മധു ഒരു മുഖപത്രത്തിൻ്റെ മുഖ്യ പത്രാധിപനാണ്. അപ്പോൾ ഒരു മുഖ്യ പത്രാധിപനാകുമ്പോൾ അയാൾക്ക് അത് പറയാനും അത് എഴുതി തീർക്കാനും അല്ലെങ്കിൽ അതിനെ വർണ്ണിക്കാനുമുള്ളൊരു കഴിവ് വേണം. അങ്ങനെ ഒരു മുഖ്യ പത്രാധിപനാവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ക്വാളിറ്റി വേണം. ആ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് ഈ മധു എന്ന് പറയുന്ന ആൾ. അതിനെ നമുക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും അയാൾ പറയുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ പോയിന്റുകൾ വെച്ചിട്ട് അയാൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തവും സ്ഫുടമായിട്ട് അയാൾ സംസാരിക്കുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. പക്ഷേ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തവും സ്ഫുടവുമാണെങ്കിലും തന്തയില്ലായ്മയാണ് പറയുന്നത്. എന്ത് തന്തയില്ലായ്മയാണ്? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇന്നലകളിൽ സംഭവിച്ച